രേണുസുധിയും ശാരികയും തമ്മിലുള്ള ഗെയിം അവിടെ തുടങ്ങിയിരിക്കുകയാണ്. രേണു പിന്നെയും സ്ഥിരം ഡയലോഗ്, പഠിച്ചു വെച്ച ഡയലോഗ് വീണ്ടും പറഞ്ഞു. തൊള്ളി പോലും താഴത്തിലിടാ രേണുസുധി പുഷ്പാടാ പറഞ്ഞിട്ടുണ്ട്. തൊള്ളി താഴുവോ, തുളുമ്പിപ്പോവോ, അതോ തേമ്പിപ്പോവോ എന്നൊക്കെ പോകെ പോകെ മനസ്സിലാവും. ഇന്നത്തെ ഒരു കാര്യം വെച്ചിട്ട് രേണുസുധിയുടെ തലവേദനയോടെ ഇതെല്ലാവർക്കും തലവേദനയാവും നമുക്ക് മനസ്സിലായി. അപ്പോ ബിഗ് ബോസ് സീസൺ 7 ഓഗസ്റ്റ് 4 എപ്പിഡോസ് 2 എപ്പിസോഡ് 2 അതിനെക്കുറിച്ചുള്ള റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 രണ്ടാമത്തെ എപ്പിസോഡ് ഇന്ന് റിലീസ് ആയിട്ടുണ്ട്. ഇതിനകത്ത് ഷോയിൽ കാണിക്കാത്ത കുറെ കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് ലൈവിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ അതോട് ഉൾക്കൊള്ളിച്ചാണ് നമ്മൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. 3 പേരുടെ ഇവിടെ ഒരു ബാൻഡ് കെട്ടിക്കൊടുത്തു. ആ ബാൻഡ് ഉള്ളവർക്ക് മാത്രമേ വസ്ത്രങ്ങൾ പൂർണ്ണമായും കിട്ടൂ. ബാക്കിയില്ലാത്തൊരു വസ്ത്രമില്ലാതെ അവർ കൊടുക്കുന്ന വസ്ത്രം കേട്ടോ, അങ്ങനെയില്ല. അങ്ങനൊന്നും ചിന്തിക്കല്ലേ. വസ്ത്രം ഫുള്ളായിട്ട് ഇവരുടെ സാധനങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യത്തില്ല. അപ്പൊ ഇവരുടെ തട്ടിപ്പറിക്കാനുള്ള ഓട്ടപ്പാച്ചിലും അതിൻ്റെ ഇടയ്ക്ക് ഈ അനീഷ് എന്ന് പറയുന്ന കോമൺ സെൻസ് ഇല്ലാത്ത കോമണറിന്റെ കുറെ ഇടപെടലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ കിടന്നുറങ്ങി. രാവിലെ ആയപ്പോഴത്തേനും നമ്മുടെ അപ്പാനി ശരത്ത് എഴുന്നേറ്റു നല്ല കുട്ടിയായിട്ട് അതിലെ തപ്പി നടക്കുന്ന കണ്ടു. രേണുസുധി രാവിലെ തൊട്ട് ആലോചിക്കുന്നു, ഇങ്ങനെ എന്ത് ചെയ്യും, എങ്ങനൊന്നും ശ്രദ്ധ പിടിച്ചു പറ്റും. കുറെ നേരം സോഫയിൽ പോയി വിഷമിച്ചൊക്കെ ഇരുന്നു. അതിനുശേഷം പല്ല് തേച്ചില്ലെങ്കിലും ഞാൻ ലിപ്സ്റ്റിക് ഇടുമെന്നും പറഞ്ഞിട്ട് കുറെ ലിപ്സ്റ്റിക് ഒക്കെ എടുത്തിട്ട് എന്നൊക്കെ പറഞ്ഞ് കുറെ ഷോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അതിവിദഗ്ധമായി കഴിഞ്ഞു. ഒരു 11 മണിയായപ്പോഴാണ് രാവിലത്തെ പാട്ട് വന്നത്. 8:30 കണ്ടുവരുന്ന പാട്ടുണ്ടല്ലോ, ആ പാട്ട് 11 മണിയായി വന്നപ്പോൾ ബിഗ് ബോസ് ആദ്യം തന്നെ പറഞ്ഞ് നിങ്ങൾ വന്ന് കയറിയപ്പോൾ തന്നെ നിങ്ങളൊരു നിയമം ലംഘിച്ചു. നിയമം ലംഘിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പൗഡർ റൂം ഉണ്ട്. അതായത് ഒരുങ്ങി സുന്ദരിയാകുള്ളൊരു സെറ്റപ്പ് ഉണ്ട് അവിടെ. ഈ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള ഈ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് സൗന്ദര്യം വർദ്ധിപ്പിക്കാം, പക്ഷെ ഉടുതുണി പോലും കിട്ടത്തില്ല. പിന്നെ എന്തിനാണ് സൗന്ദര്യം എന്ന് മനസ്സിലായില്ല. പക്ഷേ ഈ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് പൂട്ടി വെച്ചിരിക്കുകയാണ്. ഈ പൂട്ട് തുറന്ന് ഇവരെടുത്തിട്ട് ഇവരങ്ങ് ലിപ്സ്റ്റിക് ഒക്കെ അങ്ങോട്ട് ചാമ്പാൻ അങ്ങോട്ട് തുടങ്ങി. എന്നിട്ട് ബിഗ് ബോസ് ഇത് കയ്യോടെ പിടിച്ചു. കള്ളൻ കപ്പലിൽ തന്നെ കള്ളനെ പിടിച്ചു. കള്ളനെ പിടിച്ചപ്പോൾ കള്ളൻ പറഞ്ഞ ശൈത്യം എഴുന്നിട്ട് പറഞ്ഞെന്നറിയോ, അത് ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇവരോടൊന്നും എടുക്കരുതെന്ന്. പക്ഷെ ഇവരെല്ലാം എടുത്ത് കൂട്ടത്തിൽ ഞാനും എടുത്ത്. അങ്ങനെ ശൈത്യ ആദ്യമേ കൈ ഒഴിയാൻ ശ്രമിച്ചു. അതും പറഞ്ഞിട്ട് ശൈത്യക്ക് ഇന്ന് കുറേ നോമിനേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആദ്യമായിട്ട് ആര് കൺഫെഷൻ റൂമിലേക്ക് വരും എന്നൊരു ചോദ്യം ചോദിച്ചു. അവിടെ വന്നിട്ട് ടാസ്ക് ലെറ്റർ വായിക്കണമല്ലോ. അപ്പോൾ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എന്നാലും അപ്പാനി ശരത്തനാണ് കൂടുതൽ മെജോറിറ്റി ലഭിച്ചത്. അപ്പാനി ശരത്ത് പോകാൻ തുടങ്ങിയ ഉടനെ നമ്മുടെ കോമൺ സെൻസ് ഇല്ലാത്ത കോമണറായിട്ടുള്ള അനീഷ്, ഈ അനീഷ് ചാടി എന്നിട്ട് പറഞ്ഞു എനിക്കും പോകണമെന്ന്. ശരത്ത് വിടുവോ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് വിടുവോ? ശരത്ത് അപ്പോഴേ നമ്മുടെ സിനിമയിലെ ക്യാരക്ടറാക്കി. ശരത്ത് അന്നേരം പറഞ്ഞു നീ ഇവിടെ നിന്ന് നിയമപുസ്തകം വായിക്കടാ, ഞാൻ പോയി എടുത്തിട്ട് വരും എന്ന് പറഞ്ഞു. ശരത്ത് അങ്ങോട്ട് പോയപ്പോഴത്തേനും ബിഗ് ബോസ് പറഞ്ഞു ഇവിടെ വന്നിരി സംഭവം ശരിയാകുമ്പോൾ വിളിക്കാന്ന് പറഞ്ഞു. ശരത്തും ചമ്മി കേട്ടോ. ശരത്ത് അകത്ത് പോയിട്ട് അവിടുത്തെ മൈക്ക് വർക്ക് ചെയ്യുന്നില്ല. അവർ ബിഗ് ബോസ് പറയുന്നത് ശരത്തിന് കേൾക്കുന്നില്ല. അടുത്ത ആളെ പറഞ്ഞു വിട്ട് സുനാപ്പി എടുത്തുകൊണ്ട് വെളിയിൽ വരേണ്ട ഒരു അവസ്ഥയായി. ഇതാണ് ടാസ്കിന്റെ സമയത്ത് സംഭവിച്ചത്. ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് ടാസ്കിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു പ്ലേറ്റ് കൊടുക്കും. ആ പ്ലേറ്റിനകത്ത് നമ്മുടെ ഈ ഷേവിങ്ങിന്റെ ക്രീം ഉണ്ടല്ലോ, അതിനെ പുസ്സടിക്കണം. എന്നിട്ട് ഈ പുസ്സടിച്ച സാധനം നമ്മൾ ഈ ടോം ആൻഡ് ജെറിയിലൊക്കെ കാണത്തില്ല, ഇങ്ങനെ മുഖത്തുണ്ട് പ്ലക്കുന്നൊരു അടി അടിക്കുന്നത്. അങ്ങനെ അടിക്കണം. അവർക്കൊരു കണ്ണാടി കൊടുക്കും, ചെവി വെക്കാൻ കുറച്ച് പഞ്ഞിയും കൊടുക്കും, കുറച്ച് പേര് അതെടുത്ത് മൂക്കിലും വെച്ചു. അപ്പൊ അങ്ങനെ അതാണ് സംഭവം. അപ്പോ ആരാണ് അടുത്ത ഈ ഒരാഴ്ച ഇവിടെ ക്യാപ്റ്റൻ ആകാൻ അർഹതയില്ലാത്തത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ആളുടെ മുഖത്ത് വേണം അടിക്കാൻ. അങ്ങനെ ബിഗ് ബോസിന് അത് ഉറപ്പാണ്. എല്ലാവരും ഈ കോമണർ ആയിട്ടുള്ള അനീഷിനെ തന്നെ പറയുന്നുള്ളത്. കാരണം കഴിഞ്ഞ തവണ രതീഷ് വെറുപ്പിച്ചതിലും അതിമ്യാസ്മരികമായ വെറുപ്പിലാണ് അനീഷ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാ പുള്ളി കാണിക്കുന്നത്? അതായത് പുള്ളിക്കാരൻ്റെ ഒരു പ്രശ്നം, ടാസ്കിന്റെ ഈ സാധനം വേറൊരാളെ കൊടുത്ത്, മറ്റേ ഷാനവാസ് എന്തോ ഒരാൾ കൊടുത്ത്, അപ്പോൾ നീ എന്നെ പേടിച്ചു കൊടുത്തു, അതൊരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, മലയാളം വായിച്ചപ്പോഴത്തേനും ഇവരുടെ നിയമാവലി കൊടുത്തല്ലോ, മലയാളം വായിച്ചപ്പോഴത്തേനും തെറ്റി. ഇവിടെ എഴുത്തച്ഛനും കുഞ്ചൻ നമ്പ്യാരും മാത്രമേ പറ്റത്തുള്ളൂ, മലയാളം അറിയാത്ത ഒരാൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് പുള്ളി പ്രശ്നം ഉണ്ടാക്കി. ഇതിനെ ചൊല്ലി ഇനി ഞാൻ ഇവിടെ ആരോടും മിണ്ടുന്നില്ലെന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ എന്തൊക്കെ തരത്തിലുള്ള ചീള് സീനുകൾ ഉണ്ടാക്കാമോ അമ്മാതിരി പട്ടിഷോ എല്ലാം ഈ കോമണർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസിന് ഏറെക്കുറെ ഉറപ്പാണ് ഇദ്ദേഹത്തിന്റെ മുഖത്തേക്ക് തന്നെ എല്ലാവരും അടിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ സംഭവിച്ചു. പക്ഷെ ബിഗ് ബോസ് അവിടെ ഒരു ട്വിസ്റ്റ് വെച്ചു. ട്വിസ്റ്റ് എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ആരെയാണോ ക്യാപ്റ്റൻ ആകാൻ അർഹനല്ല എന്ന് പറഞ്ഞത് അവനെ പിടിച്ച് ക്യാപ്റ്റനാക്കി. ഇനി അവന്റെ കഴിവാണ് ഞാൻ ഇവിടെ അർഹനാണെന്ന് തെളിയിക്കണം എന്നുള്ളത്.
എനിക്ക് ഡേ 1 പെർഫോമൻസ് കണ്ടിട്ട് അങ്ങനെ ഒരു അർഹതയൊന്നും തോന്നുന്നില്ല. എവിടെ ഒരു തകരാറുള്ള ഒരു കോമണർ. നമ്മുടെ രേണു ഉണ്ടല്ലോ, രേണു ഇവിടുന്ന് ഡിങ് ഊഞ്ഞാലാടിക്കൊണ്ട് പറയാ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും എന്റെ തനി സ്വഭാവം പുറത്തു വരും, ഇങ്ങനെ അഭിനയിക്കാൻ അറിയത്തില്ലെന്ന്. എന്ത് പുറത്തു വരും? നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ, നമ്മുടെ രേണുസുതിയല്ലേ, രേഷ്മ തങ്കച്ചൻ തന്നല്ലേ. ഒന്നുമില്ല, നമുക്കറിയാം, നിങ്ങളെ നമുക്ക് നന്നായിട്ട് അറിയാം. ഒന്നാമത്തെ ദിവസം തൊട്ട് അങ്ങോട്ട് ചാമ്പിയിട്ടുണ്ട്, ഒരു കള്ളക്കഥയൊക്കെ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഏറ്റവും വലിയ തമാശ എന്തെന്നറിയോ, ഈ കോമണർ ആയിട്ടുള്ള അനീഷ്. ഡേ 1 ആദ്യം കയറിയത് അനീഷാണ്. അനീഷ് കയറിയപ്പോഴത്തേനും അനുമോള് കയറി വന്നു. അനുമോള് കയറി വന്നപ്പോഴത്തേനും ഇങ്ങോട്ട് കയറില് ബിഗ് ബോസ് CBയുടെ മൊത്തം എനിക്ക് തീരെഴുതി തന്നു എന്നൊക്കെ ഒരു ഡയലോഗ് അടിച്ചു. അനുമോള് കയറി പരിചയപ്പെടാൻ വന്നപ്പോഴത്തേനും അയാൾ പറഞ്ഞ ഡയലോഗാ, എന്നെ അറിയാമോ? ഇല്ല. ആരായിരുന്നു? അനുമോൾ. എനിക്കറിയില്ല കേട്ടോ എന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു, TV കാണുന്ന പോലൊന്നുമല്ല, നേരി കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ല. ആദ്യമായിട്ട് ആ വീട്ടിൽ ഒരാളെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ഒരു മനുഷ്യനെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ആയിട്ടൊക്കെ പരിചയപ്പെടുമ്പോൾ പറയുക, നിന്നെ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല. ഞാൻ സത്യം തുറന്നടിച്ചങ്ങ് പറഞ്ഞതേ ഉള്ളത്. ശാരിക വന്നപ്പോൾ പറയുക ഇതുപോലെ. ആരാണ്? എനിക്കറിയില്ല. എന്നെ അറിയാമോ? ഈ കോമണറിന്റെ വിചാരം ഈ പുള്ളിക്കാരൻ അവിടെ ഒരു സിംഹാസനം വിട്ട് ഒരു കിരീടവും വെച്ച് ചെങ്കോലും കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അവിടുത്തെ രാജാവാണ്. ഇപ്പൊ ഇതൊന്നും ഇല്ലെങ്കിൽ രാജാവാണെന്നാണ് പുള്ളിയുടെ വിചാരം. അയാള് ഈ ടാസ്ക് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഡയലോഗ് അടിക്കുകയാണ്, ഗിവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട്. എല്ലാവരും എനിക്ക് നിർബന്ധമായും ബഹുമാനം തന്നേ പറ്റൂ. ഞാനും എല്ലാവർക്കും ബഹുമാനം തരും. താങ്കൾ ആരെയാണ് ബഹുമാനിച്ചത്? താങ്കൾക്ക് എന്ത് ഈ ബഹുമാനം എന്ന് പറയുന്നത് ചോദിച്ച് മേടിക്കേണ്ട സാധനമാണോ എൻ്റെ പൊന്നളിയ? അതൊക്കെ നമ്മൾ ചെയ്യുന്ന പ്രകടനത്തിൽ നിന്ന് കിട്ടുന്നതല്ലേ. ഈ പ്രകടനത്തിന് ബഹുമാനമല്ലാത്ത ഒക്കെയാണ് താങ്കൾക്ക് കിട്ടാൻ പോകുന്നത്. വെറുപ്പീരിന്റെ അങ്ങേയറ്റം. പിന്നെ ആകെ കൂടിയുള്ളൊരു സമാധാനം, ഫസ്റ്റ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് നോമിനേഷനിൽ വന്നില്ല. നോമിനേഷനിൽ വരാത്തതുകൊണ്ട് ഒരാഴ്ചയും കൂടെ ആൾ എന്തായാലും സസ്റ്റെയിൻ ചെയ്യും. ഏതായാലും പുള്ളിക്കാരനെ ഉടനെ ഒന്നും പുറത്ത് കളയത്തില്ല. പുള്ളിക്കാരൻ്റെ ഒരു ചൊറി, ഒരു നൈസ് ചൊറിയാണ്. അതിനുശേഷം നമ്മുടെ സ്ഥിരം നോമിനേഷൻ പ്രോസസ്സ് വന്നു. നോമിനേഷൻ പ്രോസസ്സിനകത്ത് വൻ കോമഡി. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോമിനേറ്റ് ചെയ്യും. ഒരാള് 2 പേരെ നോമിനേറ്റ് ചെയ്യണം, അതിന് വ്യക്തമായ കാരണം പറയണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാരണം പറഞ്ഞു. പക്ഷെ 2 പേരുടെ കാരണങ്ങളാണ് എനിക്കിതിനകത്ത് ചേടാ ഇത് എന്നെ കാരണപ്പെടാ ഇത് എന്ന് തോന്നിയത്. ഒന്ന്, ശാരിക. അതായത് മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ വന്നിട്ട് രേണുവിനെ അതിഭീകരമായി എതിർത്ത ശാരിക അവരുടെ സ്വന്തം ചാനൽ വന്നിട്ട് രേണുവിന് വേണ്ടി മാത്രം ഒരു ചാനൽ തുടങ്ങിയ പോലെയായി രേണുവിനെ അതിഭീകരമായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്ന ശാരിക രേണുവിനെ പിടിച്ചങ്ങോട്ട് നോമിനേറ്റ് ചെയ്ത്. നൈസല്ലേ? കാരണം എന്തോ ആക്റ്റീവ് അല്ലെന്ന് എന്തൊക്കെയോ പറയുന്നത് കേട്ടോ. ഈ പുള്ളിക്കാരിയാണ് നിലവാരമില്ലായ്മയെ കുറിച്ചൊക്കെ കയറി ഇരുന്നിട്ട് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം രണ്ടാമത് നമ്മുടെ ഈ ഷാനവാസ് വന്നിട്ട് നമ്മുടെ ഹിന്ദിക്കാരി ഉണ്ടല്ലോ, ജിസലാന്ന് തോന്നുന്നു, പേരൊക്കെ പഠിച്ചു വരുന്നുള്ളൂ കേട്ടോ, നിങ്ങളങ്ങ് ക്ഷമിക്കേ. ഹിന്ദിക്കാരിയെ നോമിനേറ്റ് ചെയ്ത്. ഈ നോമിനേറ്റ് ചെയ്യാനുള്ള റീസൺ എന്തെന്നറിയോ? പുള്ളിക്കാരി ധരിച്ചിരിക്കുന്ന വസ്ത്രം കേരള തനിമയുള്ള വസ്ത്രമല്ല, മലയാളികൾക്ക് ചേർന്ന വസ്ത്രമല്ല. ഇതാണ് പറഞ്ഞ റീസൺ. എന്റെ പൊന്നടാവേ, നീയൊന്നും അവിടെ കാണാനും വേണ്ടി ഒന്നും പ്രകടിപ്പിക്കുന്നില്ല. ആ പെങ്കൊച്ചെങ്കിലും നല്ല രീതിയിൽ നടക്കട്ടോ. എന്തൊരു വൃത്തിയിട്ടവനാണ് നീ അങ്ങോട്ട് നോക്കി ഇരുന്നിട്ടല്ലടാ നീ ഇത് കണ്ടത്. വേറെ ആർക്കും തോന്നാത്തൊരു കടി നിനക്ക് എന്തിനാണ് തോന്നുന്നത്? എന്നാൽ നീയൊക്കെ എന്തെങ്കിലും മാങ്ങത്തില്ല അതിനകത്ത് ചെയ്, നമ്മൾ പുറത്തിരുന്ന് കാണാം. ആകെ കാണാൻ പറ്റുന്ന 2-3 കാണാൻ കൊള്ളാന്ന് പിള്ളേരെ തോന്നിയോ, അതിന് സമ്മതിക്കത്തില്ലയോ നീ ഒന്നും? അങ്ങനെയല്ല കേട്ടോ. പുള്ളിക്കാരി ഹിന്ദി നാട്ടിൽ ജനിച്ചു വരുന്ന ഒരാളാണ്. അല്പം മോഡേണാണ് പുള്ളിക്കാരി, മോഡലാണ് പുള്ളിക്കാരി. അത്യാവശ്യം പോഷ് ലൈഫിലുള്ള ആളാണ് പുള്ളിക്കാരി. ലേശം മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെയാണ് ധരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലായിരിക്കാം, പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷേ നോമിനേറ്റ് ചെയ്യാൻ ഒരു റീസൺ അവർ കേരളത്തനിമയുള്ള ഡ്രസ്സ് ധരിക്കുന്നില്ല. എൻ്റെ പൊന്നടാവ്, നീ പൊട്ടനാണോ അത് പൊട്ടനായിട്ട് അഭിനയിക്കുന്നതാണോ? ഇവിടെ നോമിനേറ്റ് ചെയ്യേണ്ട റീസൺ അവിടെ അവർ ചെയ്ത ഏതെങ്കിലും പ്രവൃത്തിയിലെ തെറ്റ് കണ്ടുപിടിച്ചിട്ടോ അവരിൽ തോന്നിയ പോരായ്മ കണ്ടുപിടിച്ചിട്ടോ അല്ലേ നമ്മൾ നോമിനേറ്റ് ചെയ്യേണ്ടത്. വസ്ത്രം ഇഷ്ടമല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പെണ്ണ് സാരി ഉടുത്തോണ്ട് നടക്കും. പിന്നെ നിന്റെ ഈ കൊന്തളിപ്പ് നടക്കത്തില്ല കേട്ടോ, ഈ മാന്യങ്ങൾ നടക്കത്തില്ല. പിന്നെ പറഞ്ഞില്ലെന്ന് വേണ്ട ഞാൻ. ഇനി നോമിനേഷനിൽ വന്ന ആളുകൾ ആരൊക്കെയാന്ന് നോക്കിക്കഴിഞ്ഞാൽ 2 വോട്ടുകളുമായിട്ട് അനുമോൾ, 2 വോട്ടുകളുമായി ശാരിക, 3 വോട്ടുകളുമായി ആര്യൻ, 4 വോട്ടുകളുമായി രേണുസുതി, 4 വോട്ടുകളുമായി നിവിൻ, 4 വോട്ടുകളുമായിട്ട് നമ്മുടെ ഈ ഹിന്ദിക്കാരി ജിസൽ, 5 വോട്ടുമായിട്ട് മുൻഷി രഞ്ജിത്ത്,
8 വോട്ടുകളുമായിട്ട് ശൈത്യ സന്തോഷ്. ശൈത്യം അങ്ങ് തിളങ്ങി അങ്ങ് ഒരു ലിപ്സ്റ്റിക്കിന്റെ കേസിൽ കയറി അങ്ങോട്ട് ഇടപെട്ടതാണ്. ശൈത്യ നോമിനേഷന് വന്നിട്ടുണ്ട്. ഇവരൊക്കെയാണ് നോമിനേഷൻ. നിങ്ങൾ ഇവരിൽ ആർക്ക് വോട്ട് ഇടും എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളായിട്ട് രേഖപ്പെടുത്തിട്ടോ. അതോടൊപ്പം നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ 1 മിനിറ്റിൽ താഴെയുള്ളൊരു വോയിസ് മെസ്സേജ് എനിക്ക് ഇങ്ങോട്ട് അങ്ങ് അയച്ചു തരിക. ഞാൻ അതെടുത്തിട്ട് നിങ്ങളുടെ സൗണ്ട് ഇവിടെ വെച്ചിട്ട് റിയാക്ട് ചെയ്യും. ചിലപ്പോൾ ഞാൻ നല്ല രീതിക്ക് റിയാക്ട് ചെയ്യുന്നത്, ചിലപ്പോൾ ഞാൻ മോശമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ അതൊക്കെ അന്നേരത്തെ ഒരു ഇതുപോലെ ഇരിക്കും. എന്തെങ്കിലും നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കൂടെ ജനങ്ങളെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടൊരു വോയിസ് ഇട്ടേരെ. എനിക്ക് വാട്സപ്പ് ഇടണമെങ്കിൽ ഇവിടെ ഞാൻ വാട്സപ്പ് മെസ്സേജ് ഇടാം. വിളിച്ചാൽ കിട്ടത്തില്ല, വാട്സപ്പ് മാത്രമേ കിട്ടൂ. ഓക്കെ. അത് കഴിഞ്ഞ് പ്രോഗ്രാം അങ്ങോട്ട് അവസാനിക്കാറായപ്പോൾ എൻ്റെ പൊന്നളിയ രേണുവിന്റെ പട്ടി ഷോ. ഈ നോമിനേഷൻ തുടങ്ങിയോണ്ട് രേണുവിന് അങ്ങ് തലവേദന. തലവേദന. ആക്ടിങ് നാച്ചുറൽ ആക്ടിങ്. ഇപ്പോ ഭയങ്കര ആക്ട്രസ് ആണല്ലോ. അതായത് ഓസ്കാർ വരെ ലഭിക്കാൻ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്ട്രസ് ആണ് രേണു. തലവേദന. നോമിനേഷൻ തീർന്നു, രേണുവിന്റെ തലവേദന പോയി. ഇത് കണ്ടപ്പോഴത്തേനും ഹൗസിലുള്ള ഹൗസ് മേറ്റ്സ് മനസ്സിലാക്കി ദിസ് ഈസ് ആൻ ഉഡായിപ്പ് തലവേദന ഓഫ് ദി നോമിനേഷൻ ഓഫ് ദി രക്ഷപ്പെടൽ ടെക്നിക്. അപ്പോ നമ്മുടെ അഭിശ്രീയിലെ അഭി പോയിട്ട് ചോദ്യം ചെയ്തു, തലവേദന മറിയുമ്പോളെ ഉഡായിപ്പല്ലേ മുള്ളേ എന്ന് പറഞ്ഞു. ഷാനവാസും തലവേദനയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്യാപ്റ്റനായിട്ടുള്ള അനീഷിന് രേണുവിന്റെ തലവേദന മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട്? രേണു പറഞ്ഞു ക്യാപ്റ്റ തലവേദന എടുക്കുന്നു, ക്യാപ്റ്റ എന്ന് പറഞ്ഞു. ഈ പുള്ളിക്കാരൻ അങ്ങനെ പറഞ്ഞില്ല, എനിക്ക് തലവേദന എന്നേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് രേണുവിന്റെ തലവേദന മാത്രമേ ക്യാപ്റ്റന് കിട്ടിയിട്ടുള്ളൂ. എല്ലാവരെയും ഒരേപോലെ പരിഗണിക്കുന്ന നല്ല മിടുക്കാനായിട്ടുള്ള ക്യാപ്റ്റൻ ഇല്ലയോ? തന്നെ. അതിനുശേഷം ഈ ഒരു പ്രശ്നത്തിന്, കലഹത്തിന് തിരികൊളുത്തി. അവിടെ എല്ലാവരും വഴക്കായി. രേണുവിന്റെ തലവേദനയെ ചൊല്ലി അവിടെ ബാക്കിയുള്ള സകല ടീം മെമ്പേഴ്സിനും തലവേദനയായി. രേണുവിന്റെ തലവേദനയെ ചൊല്ലി അഭിശ്രീയും ഷാനവാസും തമ്മിൽ സംസാരമായി. ആ സംസാരം രേണുവുമായിട്ട് സംസാരമായി. ആ സംസാരം അനീഷുമായിട്ട് സംസാരമായി. ഞാൻ വിചാരിച്ച് കോമണറിന്റെ കോമൺ സെൻസ് ഇല്ലാത്ത തലയടിച്ച് പൊട്ടിച്ച് കളിമണ്ണെല്ലാം കൂടെ വലിച്ച് പുറത്തുള്ളൂന്ന് വിചാരിച്ചു. പക്ഷെ ഏതായാലും അങ്ങനെ സംഭവിച്ചില്ല. അതിനുശേഷം ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുക. അവിടെ പൊരിഞ്ഞടി നടക്കുക. രേണുവിന് അപ്പോഴാണ് ഓർത്ത് വെച്ചു, എനിക്ക് തലവേദനയായിരുന്നില്ല. രേണു തേരെ പര നടക്കുമായിരുന്നു കേട്ടോ. രേണു ഈ പ്രശ്നം വീണ്ടും തലവേദനയെ ചൊല്ലി വന്നപ്പോഴാണ് തലവേദനയുടെ ഓർത്തത്, പെട്ടെന്ന് വിട്ടുപോയി. നേരത്തെ പിന്നെ രേണു ഭയങ്കര ആക്ടിങ്. രേണുവിന്റെ അഭിനയം എന്ന് പറഞ്ഞാൽ ഭയങ്കരം. രേണു എന്നിട്ട് ക്യാമറയിൽ ബിഗ് ബോസ് എനിക്ക് തല പൊട്ടിത്തെറിക്കുന്ന വേദനയാണ് ബിഗ് ബോസ്, എനിക്ക് പെയിൻ കില്ലർ തരണം ബിഗ് ബോസ് എന്ന് പറഞ്ഞു. അഭിശ്രീ അപ്പോഴേ ഡോക്ടർ വരണം, ഇവളെ പരിശോധിക്കണം, ശരിയാണോ നോക്കണം. അപ്പാനി ശരത്തൊക്കെ എടുത്തിട്ട് പഞ്ഞിക്കിടാൻ തുടങ്ങി. ക്യാപ്റ്റൻ ഉടനെ വന്നിട്ട് ബിഗ് ബോസ് രേണുവിന് തലവേദനയാണ്, ഈ ഷാനവാസിന് തലവേദനയാന്ന് പുള്ളിക്കാരൻ പുറകേ നടന്ന് പറഞ്ഞ്. അപ്പൊ ഒന്നും ഇത് മറ്റേ നമ്മുടെ ക്യാപ്റ്റൻ അനീഷ് കേട്ടില്ല. ഷാനവാസിന്റെ തലവേദന, രേണുവിന്റെ തലവേദനയാണ് തലവേദന. എൻ്റെ പൊന്നനിയ സ്നേഹം കൊണ്ട് പറയാണ്, രേണുവിനെ എടുത്ത് തലയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നിനക്കതൊരു വലിയ തലവേദനയായിട്ട് മാറും. എപ്പിസോഡ് അവസാനിക്കുന്നത് രേണുവിന്റെ സ്ഥിരം നമ്പർ ഉപയോഗിച്ചിട്ടാണ്. അതായത് 100 പേര് വളഞ്ഞിട്ട് ആക്രമിച്ചാലും ഒരു തൊള്ളി പോലും രേണു താഴത്തിലിടാ. ഈ തൊള്ളി ഇവിടെ മാത്രമല്ല, അവിടെയും പോയി രേണുവിന്റെ തൊള്ളിക്കഥ പറഞ്ഞ്. ഇത് തൊള്ളി താഴാതാവുമോ, തുള്ളിമരുന്നാകുമോ, അതോ തുളുമ്പിപ്പോവോ എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഒരാഴ്ച ഒന്നും വേണ്ടി വരത്തില്ല. രേഷ്മയാണോ രേണുവാണ്, ആ രേണുവിന്റെ തനിക്കുണം പുറത്തു വരും എന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് നടന്ന പ്രധാന സംഭവം. നിങ്ങൾ ഇതിൽ ആർക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്ക് ഇതിൽ ആരെയാണ് ഇഷ്ടപ്പെടാഞ്ഞത് എന്നൊന്ന് തീർച്ചയായിട്ടും കമന്റുകളെ രേഖപ്പെടുത്താം. മറ്റു വീഡിയോ ആയിട്ടാണ് വരെ.